ഹായ് ഡേസ് അബേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ടേ ഇവിടെ ചായയിലൂടെ എപ്പോഴും വൈകിട്ട് എന്തെങ്കിലും കഴിക്കാൻ കഴിയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ചായയിലൂടെ പത്തിരി ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് നല്ല ചൂട് മുരിഞ്ഞ പത്തിരി ഉണ്ടാക്കിയതല്ല കടന്ന് വാങ്ങിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു 4 ഈ ബോട്ടിൽ വാങ്ങി കേട്ടോ. ചില്ലിൻ്റെയാണേ. എനിക്ക് ഇങ്ങനത്തെ ബോട്ടിൽ എനിക്കില്ലായിരുന്നു. കാരണം നമ്മൾ ഈ മുട്ടയൊക്കെ പൊരിക്കുമ്പോഴേക്കും ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇടുമ്പോഴേക്കും അതിൽ കട്ട കുത്തി വീഴത്തില്ലേ, ഉപ്പാണെങ്കിലും കട്ട കുത്തി വീഴും. അപ്പോൾ കൈ കൊണ്ട് വിതറിയാലും അത് ശരിയാവില്ല. അങ്ങനെയാണ് ഞാൻ 4 ബോട്ടിൽ വാങ്ങിയത്. അതാകുമ്പോൾ നമുക്ക് ആ ഹോളിൽ കൂടെ വിതറുവാണെങ്കിൽ നല്ല സൈഡിൽ ഒരുപോലെ എത്തുകയും ചെയ്യും. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അതെനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നി. അങ്ങനെ അതിനുവേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഞാനത്. പിന്നെയെന്ന് വെച്ചാൽ വൈകിട്ട് ചെറിയ അയിലക്കുഞ്ഞുങ്ങൾ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് കറി വെച്ച് കുറച്ച് വറക്കാനൊക്കെ എടുത്തു വെച്ചോ. ഇത് പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണേ. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ മീൻ വറക്കുകയും പിന്നെ മോര് കറിയൊക്കെയാണ് ഉച്ചക്കത്തേക്ക് ചേട്ടയ്ക്കും കുട്ടിനും കൊണ്ടുപോകുന്ന കറിയെ. അപ്പോൾ മോര് ഞാൻ അത് കൊണ്ടുവന്നിട്ട് ഞാൻ ആ തൈര് എപ്പോഴും മിക്സ് ചെയ്തിട്ട് അടിച്ച് ഇച്ചിരി വെള്ളം കൊണ്ട് അടിച്ചിട്ടാണ് ഞാൻ മോര് കാച്ചാറ് കേട്ടോ. അപ്പോൾ അതിനെ കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് ഒത്തിരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഈ തൈര് അടിച്ചത് അങ്ങോട്ടൊക്കെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഞാൻ ഉലുവയും ഉപ്പും ഒക്കെ ലാസ്റ്റ് ചേർക്കാറില്ല തീ ഓഫ് ചെയ്തതിന് ശേഷം. ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ചേർക്കും കേട്ടോ. ഒരടുപ്പിൽ മീൻ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഇത്തിരി ഉലുവപ്പൊടി ഇട്ടിട്ടോ, പിന്നെ കായപ്പൊടിയും കുറച്ചിട്ട്. ഈ കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ലാസ്റ്റ് ഞാൻ ചേർക്കാറ്, ചിലപ്പോൾ ഞാൻ ഇടയ്ക്കും ചേർക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യം ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ഈ വീട്ടമ്മന്നുള്ള തൈരാണ് ഞാൻ വാങ്ങിക്കാറ്. അതെല്ലാം അധികം പുളിയില്ല കേട്ടോ. ബാക്കിയുള്ള പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫാക്കി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. രാവിലെ കഴിക്കാൻ പൂരിയും കിഴങ്ങറിയായിരുന്നേ. പക്ഷേ കൊച്ചിന് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് മാഗി ഇരിക്കുന്നതുകൊണ്ട് മാഗി മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ മാഗി എപ്പോൾ ഉണ്ടാക്കിയാലും ആദ്യം ഒന്ന് വെള്ളത്തിൽ തിളച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് അടുത്ത വെള്ളത്തിലാണ് ഞാൻ മസാലയൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ മോരുകറി റെഡിയായി, മീൻ വറുത്തത് കൊണ്ട് പിന്നെ ഇന്നലത്തെ മീൻ കറി പോകണം കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ഉച്ചക്കത്തെ കറി ഇതൊക്കെയായിരുന്നേ. അപ്പോൾ അബിക്കും സ്കൂൾ അവധിയാണ്. അപ്പോൾ 2 പേർക്ക് കൂടെ ചോറൊക്കെ ഞാൻ വാരി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അപ്പൂസിന് വാരി കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ അബിക്കും വാരി കൊടുക്കൂട്ടോ. അല്ലെങ്കിൽ തന്നെ കഴിച്ചോളും, അപ്പൂസും തന്നെ കഴിച്ചോളും. എന്നാലും ഇടയ്ക്ക് പിറ്റേ ദിവസത്തേക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് പച്ചരി ഇടുവാണ്. ഞാൻ ഇപ്പോൾ 3 കപ്പ് പച്ചരി ഇട്ടിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ ഒരു 1.25 കപ്പോളം ഉഴുന്ന് ഇട്ട് ഞാൻ കഴുകിയെടുക്കത്ത് വെള്ളത്തിൽ ഇടുന്നത്. എല്ലാ സാറ്റർഡേയിലും ഞാൻ അരി എന്തെങ്കിലും വെള്ളത്തിരും കേട്ടോ, അപ്പത്തിന് ദോശയ്ക്കൊക്കെ ആയിട്ട്. കാരണം രാവിലെ പള്ളിയിൽ പോകുന്നവരെ എളുപ്പം ദോശയിൽ അരച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ, നമുക്ക് ചുട്ടെടുത്താൽ മതി. അതുകൊണ്ട് എല്ലാ സാറ്റർഡേയിലും ഞാൻ അരി എന്തെങ്കിലും വെള്ളത്തിരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഞാൻ അരിയും ഉഴുന്നും ഒക്കെ കഴുകി വാരി എടുക്കുവാണേ. അങ്ങനെ പച്ചരി ഉഴുന്നും കഴുകി വാരി അധികം വെള്ളത്തിലിട്ട് വെച്ച് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അഭിമോൾ അപ്പൂസും കൂടെ ഇപ്പോൾ എന്തൊക്കെയോ ഇരുന്ന് കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പം കാണാം അത് ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പർ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കൈ കഴുകിനെ കാണിക്കുന്നതാണ് കേട്ടോ. ഇനി അരി അരയ്ക്കാൻ പോവാണേ. 2-3 ദിവസമൊക്കെ ഒന്നിച്ച് അരച്ച് വെക്കുവേ. അന്നേരം ആണെങ്കിൽ നമുക്ക് എന്നും വൈകിട്ട് അരയ്ക്കാൻ നിൽക്കേണ്ട. ആവശ്യമുള്ളത് മാത്രം ഉപ്പിട്ടെടുത്തിട്ട് ബാക്കിയുള്ളത് ഉപ്പിടാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവേ. അങ്ങനെയാണ് ഞാൻ മിക്കപ്പോഴും അരി അരയ്ക്കാറ് കേട്ടോ. പിന്നെ ലാസ്റ്റ് 1 കപ്പ് ചോറും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ലാസ്റ്റിന് ആ ബ്ലേഡിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഇളകിയെടുക്കാനായിട്ട് ഞാൻ ലാസ്റ്റ് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര നേരം സ്റ്റിച്ച് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് തയ്ക്കാതിരിക്കുന്നത്. അപ്പം ഞാൻ 1-2 ടോപ്പുകൾ തയ്ച്ചായിരുന്നു. അപ്പോൾ ബാക്കി എൻ്റെ മിനുക്ക് പണികൾ ചെയ്തുകൊണ്ടിരുന്ന രാത്രിയിൽ. ഇത് ഇന്ന് രാവിലത്തെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ കറി ചമ്മന്തിയാണ്. ചേട്ടയെ പോയി ബീഫൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ബീഫ് കറി മോര് കറിയാണ് ഇന്നത്തെ കറിക്ക്. അപ്പോൾ മോര് കറി ഇന്നേരത്ത് കറി കൊണ്ട് കേട്ടോ. പിന്നെ ബീഫ് കറി വെക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് ക്ലീനിങ്ങും പരിപാടിക്ക് തുടങ്ങിയതാണ്. അതുകൊണ്ടൊക്കെ കാണാം അഭിമോൾ റൂമിൽ പോയപ്പോൾ കാണാം അഭിമോൾ ഇവിടെ ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ഭയങ്കര പരിപാടികളാണ് കേട്ടോ. പടം വരയ്ക്കലോ, അങ്ങനെ ബുക്കുകൾ ഉണ്ടാക്കലോ, ഡയറി ഉണ്ടാക്കലോ, പേഴ്സ് ഉണ്ടാക്കലോ, അങ്ങനെ എന്തൊക്കെ പരിപാടി ക്രാഫ്റ്റുകൾ ചെയ്യുന്നത് കാണാം പേപ്പറും കൊണ്ടൊക്കെ. അപ്പോൾ ഞാൻ അഭിമോളെ ടേബിൾ വൃത്തിയാക്കി വന്നപ്പോൾ കാണാം അവളുടെ കസിൻ്റെ പേരാണ് സൈറ കേട്ടോ. കസിൻ എന്ന് പറയുമ്പം എൻ്റെ അനിയത്തിയുടെ മോളുടെ പേരാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അവൾ ഉണ്ടാക്കി വെച്ചേക്കുന്നൊരു ബുക്കാണിത്. പക്ഷെ വാവ നാട്ടിലില്ല, എന്നാലും അവളോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ കേട്ടോ. അപ്പോൾ സൈറ ബേബിക്ക് വേണ്ടിയിട്ട് അവൾ ഒരു ആൽഫബറ്റിൻ്റെ ഒരു ബുക്ക്ലെറ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ എഴുതി വെച്ചേക്കുവാണേ. അങ്ങനെ റൂമുകളൊക്കെ ഒന്ന് അടിച്ച് വാരി ഇനി ഒന്ന് തറയൊന്ന് തുടയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് ഞാൻ അടിച്ച് വാരിയിട്ട് വരട്ടെ. അപ്പോൾ ഇനി തറ തുടയ്ക്കാൻ പോകണേ. അപ്പോൾ ഞാൻ ലൈസോളും ഇതിന് ഇത്തിരി ഡെറ്റോളും ഇടും കേട്ടോ. അങ്ങനെയാണ് ഞാൻ തുടയ്ക്കാറ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ച സ്പിൻ മോപ്പാണ്. മേലോട്ട് ലോക്കും താഴേക്ക് ഓണുമാണ്.
മുകളിലേക്ക് ലോക്കാക്കുമ്പോഴാണ് നമുക്ക് തറയിൽ തുറയ്ക്കാൻ പറ്റുള്ളൂ. താഴേക്ക് ഓണാകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കറക്കാനും നമുക്ക് അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടി കറക്കാനും ഒക്കെ ആയിട്ട് താഴേക്ക് ഓണാക്കി ഇടണം കേട്ടോ. അതിനുശേഷം മേലേക്ക് ലോക്കാക്കിയിട്ടാണ് നമ്മൾ തുറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വേഗം തുടച്ചിട്ടോട് വരട്ടെ. അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. ഈ പൂ പിടിച്ചിരിക്കുന്ന ചെടി അറിയോ? കേശവർദ്ധനിയാണ്. ഞാൻ പക്ഷെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ സൈഡിലത്തെ ആ ഡ്രെയിൻ കളയുന്ന സാധനം ഞാൻ ഊരിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കഴുകി ക്ലീൻ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടെങ്കിലും ഇടയ്ക്ക് വെയിലും കാണുന്നുണ്ട്. അതുകൊണ്ട് തുണികളും കുറേ കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ ചെടികൾക്കും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പിൻ മോപ്പ് കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളം മൊത്തം പോയി നമ്മൾ വീണ്ടും അതിൻ്റെ അടപ്പെടുത്ത് അടച്ചു വെക്കണം കേട്ടോ. അടുത്തത് ഇനി ഉച്ചഭക്ഷണം ബീഫ് കറിയും മോര് കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ എണീറ്റിട്ട് അങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ, എന്നാലും ചിലപ്പോൾ കിടന്നുറങ്ങും കേട്ടോ. പിന്നെ വൈകിട്ടത്തേക്ക് ദോശമാവ് വരുന്നതായിരുന്നു. ചായക്കൊപ്പം ദോശയും ബീഫ് കറിയായിരുന്നേ. വൈകിട്ടായപ്പോഴേക്കും പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ എന്നും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.